إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما أما بعد فإن أصدق الحديث كتاب الله وأحسن الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار اتقوا الله يا عباد الله. നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഉത്തമനായ ഒരു സുഹൃത്തിനെ ലഭിക്കുക എന്നത് ആരും ആഗ്രഹിക്കുന്ന കാര്യമാണ്. ആരാണ് ഉത്തമനായ സുഹൃത്ത്? നമുക്ക് നന്മ ആഗ്രഹിക്കുന്ന, നമ്മെ ബാധിക്കുന്ന അപകടങ്ങളിൽ വിഷമിക്കുന്ന സുഹൃത്താണ് ഉത്തമനായ സുഹൃത്ത്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കായി തെരഞ്ഞെടുത്ത് നിയോഗിച്ച മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഇങ്ങനെയാണ് വിശുദ്ധ ഖുർആനിലൂടെ പരിചയപ്പെടുത്തിയിട്ടുള്ളത്. ലഖദ് ജാഅക്കും റസൂലും മിൻ അൻഫുസിക്കും അസീസുൻ അലൈഹി മാ അനിത്തും ഹരീസുൻ അലൈക്കും ബിൽ മുഅ്മിനീന റഊഫുർ റഹീം. നിങ്ങൾക്കിതാ നിങ്ങളിൽ നിന്ന് തന്നെ ഒരു ദൂതൻ വന്നിരിക്കുന്നു. നിങ്ങൾ പ്രയാസപ്പെടുന്നത് അദ്ദേഹത്തിന് സഹിക്കാൻ കഴിയില്ല. ഹരീസുൻ അലൈക്കും, നിങ്ങളുടെ കാര്യത്തിൽ അതീവ താൽപര്യമുള്ള വ്യക്തിത്വം. ബിൽ മുഅ്മിനീന റഊഫുർ റഹീം, സത്യവിശ്വാസികളോട് പ്രത്യേകം കരുണയും ദയയുമുള്ള പ്രവാചകൻ. അബ്ദുറഹ്മാൻ നാസിറു സഅദി റഹിമഹുല്ലാ ഈ ആയത്തിന്റെ തഫ്സീറിൽ പറഞ്ഞത് ഷദീദുർ റഅഫതി വറഹ്മതി ബിഹിം അർഹമു ബിഹിം മിൻ വാലിദൈഹിം എന്നാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ആ റസൂലുള്ളാക്ക് സത്യവിശ്വാസികളോടുള്ള ദയ, കാരുണ്യമെന്നത് അവരുടെ മാതാപിതാക്കൾക്ക് അവരോടുള്ള ദയയേക്കാൾ, കാരുണ്യത്തെക്കാൾ അതികഠിനമാണ് എന്നാണ്. ഐഹിക ലോകത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടൊപ്പമുള്ള കൂട്ടുകെട്ട് അവഗണിച്ചവർ പരലോകത്ത് ഖേദിക്കുന്ന രംഗം അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. വയൗമ യഅല്ലു ളാലിമു അലാ യദൈഹി യഖൂലു യാ ലൈതനി ഇത്തഖത്തു മഅർ റസൂലി സബീല. അന്ന് അക്രമി തന്റെ വിരൽ കടിക്കും. അവൻ ഖേദത്തോടെ പറയും, ഞാൻ റസൂലുള്ളയോടൊപ്പം ഒരു മാർഗം എൻ്റെ ഐഹിക ജീവിതത്തിൽ സ്വീകരിച്ചിരുന്നെങ്കിൽ. യാ വൈലത്താ ലൈതനീ ലം അത്തഖിദ് ഫുലാനൻ ഖലീല. മറ്റു പലരെയും കൂട്ടുകാരാക്കി, സുഹൃത്താക്കി സ്വീകരിച്ചവർ ഇന്നാൽ ഇന്നവരെ ഞാൻ സുഹൃത്തായി, കൂട്ടുകാരനായി സ്വീകരിച്ചിട്ടില്ലായിരുന്നെങ്കിൽ എന്ന് പറഞ്ഞ് അവനവന്റെ നാശത്തെ വെളിപ്പെടുത്തും. ലഖദ് അളല്ലനി അനിദ്ദിക്രി ബഅദ ഇദ് ജാഅനി. എനിക്ക് ശരിയായ ഉത്ബോധനം വന്നു കിട്ടിയിട്ടും
ആ സുഹൃത്താണല്ലോ എന്നെ ഈ മാർഗത്തിൽ നിന്ന് തെറ്റിച്ചു കളഞ്ഞത്. വകാന ശൈത്വാനു ലിൽ ഇൻസാനി ഖദൂല, മനുഷ്യനോട് വഞ്ചന കാണിക്കുന്നവനാണ് പിശാച്. മറ്റൊരു വചനത്തിൽ യൗമഇദി യവദ്ദുല്ലദീന കഫറൂ വഅസവു റസൂല ലൗ തുസവ്വാ ബിഹിമുൽ അർളു വലാ യക്തുമൂനല്ലാഹ ഹദീസ, സത്യനിഷേധികളും റസൂലിനോട് എതിര് നിന്ന് പ്രവർത്തിച്ചവരും കൊതിച്ചു പോകും പരലോകത്ത്, ഭൂമി ഞങ്ങളെക്കൊണ്ട് നിരപ്പായിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു എന്ന്. ഈ അവസ്ഥ നമുക്ക് വരാതിരിക്കാൻ എന്താണ് പരിഹാരമെന്നാണ് നമ്മൾ ആലോചിക്കേണ്ടത്. അതിൻ്റെ പരിഹാരം ഒന്ന്, അള്ളാഹു പഠിപ്പിക്കുന്നത് വമാ ആതാകുമുർ റസൂലു ഫഖുദൂഹു വമാ നഹാകും അൻഹു ഫൻതഹു വത്തഖുല്ലാഹ ഇന്നല്ലാഹ ശദീദുൽ ഇഖാബ്. റസൂല് നിങ്ങൾക്ക് കൊണ്ടുവന്നത് നിങ്ങൾ സ്വീകരിക്കുക. ആ റസൂലുള്ള നിങ്ങളോട് വിലക്കിയ കാര്യങ്ങൾ എന്തൊക്കെയുണ്ട് അത് നിങ്ങളും ജീവിതത്തിൽ വിലക്കുക. അങ്ങനെ അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കുക. അള്ളാഹു കഠിനമായ ശിക്ഷ നൽകുന്നവനാണ്. ഈ ഉമ്മത്തിന്റെ രക്ഷക്ക്, ഈ ഉമ്മത്തിലെ ഓരോ വ്യക്തിയുടെയും രക്ഷക്ക്, കുടുംബത്തിന്റെ രക്ഷക്ക് ആവശ്യമായ വസിയ്യത്തുകളും ഉപദേശങ്ങളും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് കാണാം. ഒരു ഉത്തമനായ സുഹൃത്തിനെ പോലെ നമ്മുടെ നന്മ ആഗ്രഹിച്ച് നമ്മുടെ വിഷമങ്ങളിൽ വ്യസനിക്കുന്ന ദുഃഖിക്കുന്ന ആ റസൂലുള്ളയുടെ ഉപദേശങ്ങൾ നമ്മുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ സാധിക്കണം. അതിലൊന്ന്, ജാബിർ ഇബ്നു അബ്ദില്ലാ റളിയല്ലാഹു അൻഹു പറഞ്ഞു, സമീഅ്തു റസൂലല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖബ്ല മൗതിഹി ബിസലാസതി അയ്യാമിൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്താകുന്നതിന്റെ 3 ദിവസം മുമ്പ് ഉപദേശിക്കുന്നതായി ഞാൻ കേട്ടു, ലാ യമൂതന്ന അഹദുക്കും ഇല്ലാ വഹുവ യുഹ്സിനുൽ ളന്ന ബില്ലാഹി അസ്സ വജൽ. നിങ്ങൾ ആരും തന്നെ മരിക്കരുത് അള്ളാഹുവിനെ കുറിച്ച് സൽവിചാരത്തിലാകാതെ എന്നാണ്. അള്ളാഹുവിനെ കുറിച്ച് സദാസമയവും സൽവിചാരം നിലനിർത്തുക എന്നത് ഒരു സത്യവിശ്വാസിയുടെ മേൽ നിർബന്ധ ബാധ്യതയാണ്. അള്ളാഹു എന്നെ പരിഗണിക്കുന്നില്ലേ, അള്ളാഹു എന്നെ കൈവിട്ടോ, അള്ളാഹുവിന്റെ അനുഗ്രഹം എനിക്ക് ലഭിക്കുന്നില്ലേ എന്ന് തോന്നുന്നതിന് പകരം അള്ളാഹുവിന്റെ സാന്നിധ്യം എന്നോടൊപ്പമുണ്ട്, ആ അള്ളാഹു എന്റെ പ്രാർത്ഥന കേട്ട് ഉത്തരം നൽകുന്നവനാണ്, ആ അള്ളാഹുവിലാണ് ഞാൻ പ്രതീക്ഷ വെക്കേണ്ടത് എന്ന് ചിന്തിക്കേണ്ടവനാണ് ഒരു സത്യവിശ്വാസി. മറ്റൊരു ഹദീസിൽ കാണും, മിനൽ ഖബായിർ, വൻ പാപങ്ങളിൽ പെട്ടതാണ് അശ്ശിർകു ബില്ലാ, അള്ളാഹുവിൽ പങ്കു ചേർക്കുക, വൽ യഗ്സു മിൻ റൗഹില്ല, അള്ളാഹു നൽകുന്ന ആശ്വാസത്തെക്കുറിച്ച് നിരാശത അനുഭവപ്പെടുക, വൽ അംനു മിൻ മക്രില്ല, അള്ളാഹുവിന്റെ ശിക്ഷയെ തൊട്ട് നിർഭയനായി കഴിയുക എന്നത്. അള്ളാഹു എന്നെ പിടിക്കൂല, അള്ളാഹുവിന് എന്നെ നിയന്ത്രിക്കാൻ സാധ്യമല്ല എന്ന തോന്നൽ ഒരു സത്യവിശ്വാസിക്കുണ്ടാകുകയില്ല. അള്ളാഹു നൽകുന്ന ആശ്വാസമാണ് അവന്റെ ആശ്വാസം, അള്ളാഹു നൽകുന്ന റഹ്മത്താണ് അവന്റെ റഹ്മത്ത് അവന് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. അതിലൊന്നും നിരാശാബോധം ഒരു സത്യവിശ്വാസിക്ക് പാടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ എന്നെ ഉപദേശിച്ചു എന്ന് അബൂദർദാ റളിയല്ലാഹു അൻഹു പറഞ്ഞ ഹദീസിൽ കാണും, ഔസ്വാനി ഖലീലി ബി സലാസിൻ, എന്റെ കൂട്ടുകാരനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എനിക്ക് ഉപദേശം നൽകി, അല്ലാ തുശ്രിക് ബില്ലാഹി ശൈആ വഇൻ ഖുത്തിഅത വഹുദ്ദിഖത, നീ ഒരിക്കലും അള്ളാഹുവിൽ പങ്കു ചേർക്കരുത്. നീ അഗ്നിക്കിരയായാലും നീ കഷ്ണം കഷ്ണമായി ഛേദിക്കപ്പെട്ടാലും ശിർക്ക് ചെയ്യേണ്ട ഒരവസ്ഥ, ശിർക്ക് ചെയ്യുന്നൊരവസ്ഥ ഉണ്ടാവരുത്. ഇന്ന് നമ്മുടെ സമൂഹത്തിൽ ശിർക്ക് വലുതും ചെറുതും നടമാടിക്കൊണ്ടിരിക്കുകയാണ്. പലപ്പോഴും ശിർക്കിലും കുഫറിലുമാണ് നാം മനുഷ്യ സമൂഹത്തെ കണ്ടുകൊണ്ടിരിക്കുന്നത്. ആ ശിർക്കിൽ നിന്ന് രക്ഷപ്പെടാൻ നമുക്ക് കഴിയണം. സൂറത്തുൽ ഇസ്രായിലെ ഖുലിദുൽ ലദീന സഅംതും മിൻ ദൂനിഹി ഫലാ യംലികൂന കശ്ഫൽ ളുദ്ദി അൻകും വലാ തഹ്വീല, ഇതാ നിങ്ങൾ ജൽപ്പിക്കുന്ന, അല്ലാഹുവിന് പുറമെ നിങ്ങൾ ജൽപ്പിച്ച് വാദിച്ച് പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്നവരോട് നിങ്ങൾ ദുആ ചെയ്യൂ, ഫലാ യംലികൂന കശ്ഫൽ ളുദ്ദി അൻകും വലാ തഹ്വീല, നിങ്ങളെ തൊട്ട് ഒരു ളുറിനെ നീക്കം ചെയ്യാനോ
ആ ലുറിനെ മാറ്റം വരുത്താനോ അവർക്ക് സാധ്യമല്ല എന്നാണ്. ഈ ആയത്തിന്റെ പരിധിയിൽ കേവലം ബിംബങ്ങളും വിഗ്രഹങ്ങളും മാത്രമല്ല പെടുമെന്നത് മുഫസ്സിറുകൾ രേഖപ്പെടുത്തിയത്. കൽ മലായികത്തി വഈസ വഉസൈർ എന്നൊക്കെ തഫ്സീറുകളിൽ കാണാം. മലക്കുകൾ, ആ മലക്കുകളിലെ റൂഹുല്ലാഹി ഈസ അലൈഹിസ്സലാം, ഉസൈർ അലൈഹിസ്സലാം പോലുള്ള നബിമാരും ഈ ആയത്തിന്റെ പരിധിയിൽ പെടും എന്ന് പറഞ്ഞാൽ ആ നബിമാർക്ക് പോലും നിങ്ങളുടെ പ്രാർത്ഥന കേട്ട് നിങ്ങൾ അകപ്പെട്ട ദുരിതത്തിൽ നിന്ന് രക്ഷിക്കാൻ, കരകയറ്റാൻ സാധ്യമല്ല എന്നതാണ്. അള്ളാഹുവിനോടാണ് ദുആ ചെയ്യേണ്ടത്. അതുകൊണ്ട് ശിർക്ക്, നീ കഷ്ണിക്കപ്പെട്ടാലും അഗ്നിക്കിരയായാലും ശിർക്ക് ചെയ്യരുത് എന്ന ഉപദേശം. രണ്ടാമത്തെ ഉപദേശം, വലാ തത്റുക സ്വലാത്തൻ മക്തൂബത്തൻ മുതഅമ്മിദ ഫമൻ തറകഹ മുതഅമ്മിദൻ ഫഖദ് ബരിഅത മിൻ ദിമ്മത്തില്ല. ബോധപൂർവം അള്ളാഹു നിർബന്ധമാക്കിയ നമസ്കാരങ്ങൾ ഉപേക്ഷ വരുത്തരുത്. ആരെങ്കിലും ബോധപൂർവം നമസ്കാരം ഉപേക്ഷിക്കുകയാണെങ്കിൽ ഫഖദ് ബരിഅത മിൻ ദിമ്മത്തില്ല, അവൻ അള്ളാഹുവിന്റെ കാവലിൽ നിന്ന് ഒഴിവാണ് എന്നതാണ്. അള്ളാഹുവിന്റെ കാവലും സംരക്ഷണവും നമുക്ക് ലഭിക്കാൻ നമുക്ക് നിർവഹിക്കാവുന്ന ഏറ്റവും ഉത്തമമായ ഇബാദത്തുകളിൽപ്പെട്ടതാണ് നമസ്കാരം, ഫർളും സുന്നത്തുമായ നമസ്കാരങ്ങൾ. ആ നമസ്കാരങ്ങളെ നമ്മുടെ ആരോഗ്യകാലത്ത് നിലനിർത്താൻ ശ്രദ്ധിക്കണം. അങ്ങനെ നിലനിർത്തിയാൽ രോഗകാലത്ത് നമുക്ക് പ്രതിഫലം കൂടുതൽ നൽകപ്പെടും. ആ നമസ്കാരം ബോധപൂർവം ഒഴിവാക്കിയാൽ അവൻ മുസ്ലിം വൃത്തത്തിൽ നിന്ന് അവൻ പുറത്തു പോയവനാണ്. മാത്രവുമല്ല അള്ളാഹുവിന്റെ കാവൽ പിന്നെ അവനിലില്ല എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉപദേശിച്ചത്. മൂന്നാമത്തെ ഉപദേശം, വലാ തശ്റബിൽ ഖംറ, നീ മദ്യപിക്കരുത്. ഫഇന്നഹാ മിഫ്താഹു കുല്ലി ശർ, എല്ലാ തിന്മകളുടെയും താക്കോലാണ് മദ്യപാനം എന്നത്. ലഹരിക്കടിമയായാൽ അവനിൽ എല്ലാ തിന്മകളും അവനിലേക്ക് കടന്നു വരും. പിന്നെ അവന് ഉമ്മയാരാണ്, സഹോദരി ആരാണ്, അയൽവാസി ആരാണ് എന്നൊന്നും അവന് തിരിച്ചറിയാൻ സാധ്യമല്ല. ഏതു തിന്മകളും വ്യഭിചാരമടക്കമുള്ള എല്ലാ തിന്മകളിലേക്കും അവൻ എത്തിപ്പെടും. അതുകൊണ്ട് മദ്യപിക്കരുത് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഉപദേശിച്ചു. അതുകൊണ്ട് ശിർക്കിന്റെ കാര്യത്തിലും നമസ്കാരത്തിന്റെ കാര്യത്തിലും മദ്യപാനം പോലുള്ള തിന്മകളുടെ കാര്യത്തിൽ ഇതൊക്കെ ജീവിതത്തിൽ വരുന്നത് നമ്മൾ സൂക്ഷിക്കണം. അബ്ദുല്ലാഹി മസ്ഊദ് റളിയല്ലാഹു അൻഹു പറയുമായിരുന്നു, മൻ സറഹു അൻ യൽഖല്ലാഹ തആല വദൻ മുസ്ലിമൻ, നാളെ മുസ്ലിമായി അല്ലാഹുവിനെ കണ്ടുമുട്ടാൻ ആരാണ് ഇഷ്ടപ്പെടുന്നത്, ഫൽയുഹാഫിള് അലാ ഹൗലാഇ സ്വലവാതി ഹൈതു യുനാദാ ബിഹിന്ന, 5 നേരത്തെ നമസ്കാരങ്ങൾക്ക് എപ്പോൾ വിളിക്കപ്പെടുന്നുവോ അപ്പോൾ അവർ ഉത്തരം നൽകട്ടെ എന്നതാണ്. ആ എപ്പോൾ എന്നത് നാം ഏത് ജോലി തിരക്കിലായാലും ആ ജോലി തിരക്കുകൾക്കിടയിൽ നമസ്കാരത്തിന്റെ സമയമായല്ലോ എന്ന ബോധം നമ്മിൽ ഉണ്ടാകണം. അതാണ് ഒരു സത്യവിശ്വാസിയെ മറ്റു മനുഷ്യരിൽ നിന്ന് വ്യതിരിക്തമാക്കുന്ന അൽ അഹദുല്ലദി ബൈനഹു വബൈനഹും ബൈനനാ വബൈനഹും അസ്വല, നമുക്കും അവർക്കും ഇടയിലുള്ള വ്യത്യാസം, നമ്മൾ നമസ്കരിക്കുന്നു അവർ നമസ്കരിക്കുന്നില്ല എന്നതാണ്. ഫമൻ തറകഹ ഫഖദ് കഫർ, ആരെങ്കിലും അത് ബോധപൂർവം ഉപേക്ഷ വരുത്തിയാൽ അവൻ അവിശ്വാസിയായി എന്നാണ്. വിശുദ്ധ ഖുർആനിൽ സൂറത്തു ത്വാഹയിലൂടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പ്രത്യേകം അല്ലാഹു കൽപ്പിച്ചത് കാണാം, വഅ്മുർ അഹ്ലക ബിസ്സലാത്തി വസ്തബിർ അലൈഹാ ലാ നസ്അലുക റിസ്ഖ നഹ്നു നർസുഖുക വൽ ആഖിബതു ലിത്തഖ്വ, നീ നിന്റെ കുടുംബത്തെ നമസ്കാരത്തിന് കൽപ്പിക്കണം, അതിൽ ക്ഷമാപൂർവം നിലകൊള്ളണം. നാം നിന്നോട് ഒന്നും ഒരു അന്നവും തേടുന്നില്ല, നാം നിങ്ങൾക്ക് അന്നം നൽകുന്നു. വൽ ആഖിബതു ലിത്തഖ്വ, തഖ്വക്കാണ് അന്തിമ ഫലം എന്ന് അള്ളാഹു ഓർമ്മപ്പെടുത്താണ്. ഇത്തരത്തിലുള്ള വസിയ്യത്തുകൾ നമ്മുടെ വ്യക്തി, കുടുംബ, സാമൂഹ്യ മേഖലകളിലൊക്കെ കാത്തു സൂക്ഷിക്കാൻ ആവശ്യമായ ഉപദേശങ്ങളാണ്. ഇനി മറ്റൊരു ഉപദേശം, അലി ഇബ്നുൽ ഹുസൈൻ റളിയല്ലാഹു അൻഹു, അലി റളിയല്ലാഹു അൻഹു ഫാത്തിമ ദമ്പതികളുടെ മകൻ ഹുസൈൻ, അദ്ദേഹം റിപ്പോർട്ട് ചെയ്യാണ്, അൻ അബീഹി വ അൻ ജദ്ദിഹി, തന്റെ പിതാവിൽ നിന്ന്, അലി എന്ന തന്റെ പിതാവിൽ നിന്ന്, തന്റെ ഉപ്പാപ്പ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമയിൽ നിന്ന് കേട്ടത് റിപ്പോർട്ട് ചെയ്യാണ്. അത് അദ്ദേഹം പറയാനുണ്ടായ ഒരു കാരണമുണ്ട്. അന്നഹു റഅ റജുലൻ യജീഉ ഇലാ ഫുർജത്തിൻ കാനത് ഇൻദ ഖബ്രിൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ മറവ് ചെയ്ത ശേഷം ആ റസൂലുള്ളാഹിയുടെ ഖബറിന്റെ അടുത്തുള്ള ഒരു ദ്വാരം, ആ ദ്വാരത്തിന്റെ അരികിലേക്ക് ഒരാൾ വന്നു.
ഫയദ്ഖുലു ഫീഹാ ഫയദ്ഉ, ആ ദോരത്തിലൂടെ കടക്കാൻ ശ്രമിക്കുകയും അങ്ങനെ പ്രാർത്ഥിക്കുകയും ചെയ്യുന്നത് അലി ഇബ്നുൽ ഹുസൈൻ റളിയല്ലാഹു അൻഹു കാണുകയാണ്. ഫനഹാഹു, ഉടനെ അത് വിലക്കി. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, ഞാൻ എന്റെ പിതാവിൽ നിന്നും, പിതാവ് എന്റെ ഉപ്പാപ്പയിൽ നിന്നും കേട്ട ഹദീസ് ഞാൻ പറഞ്ഞു തരാം. അല ഉഹദ്ദിസുക്കും ഹദീസൻ, ഞാൻ നിങ്ങൾക്കൊരു ഹദീസ് പറഞ്ഞു തരാം. റസൂലുള്ളാഹി പറഞ്ഞിട്ടുണ്ട്, ലാ തത്തഖിദു ഖബ്രി ഈദ, നിങ്ങൾ എന്റെ ഖബറിനെ ഒരു ഉത്സവ സ്ഥലമായി കാണരുത്. വലാ തജഅലു ബുയൂതക്കും ഖുബൂറ, നിങ്ങളുടെ വീടുകളെ ഖബറുകളാക്കരുത്. വസല്ലു അലയ്യ വസല്ലിമു, നിങ്ങൾ എന്റെ മേൽ സ്വലാത്തും സലാമും നിർവഹിക്കണം. ഹൈസുമാ കുൻതും, നിങ്ങൾ എവിടെയാണെങ്കിലും അത് നിർവഹിക്കണം. ഫസയബ്ലുഗുനി സലാമുക്കും വസലാത്തുക്കും, നിങ്ങൾ ലോകത്തിന്റെ ഏത് ഭാഗങ്ങളിലായാലും നിങ്ങൾ റസൂലുള്ളാഹിയുടെ മേൽ ചൊല്ലുന്ന സ്വലാത്തും സലാമും റസൂലുള്ളാഹിക്ക് എത്തും, അത് അള്ളാഹു എത്തിക്കും. അത് അള്ളാഹു പ്രത്യേകം അതിന് മലക്കുകളെ ഏൽപ്പിച്ചിട്ടുണ്ട് എന്നൊക്കെ ഹദീസുകളിൽ കാണാൻ കഴിയും. ഇത് നമ്മുടെ നാടുകളിലൊക്കെയുണ്ട്. ഉംറക്കും ഹജ്ജിനും പോകുമ്പോൾ റസൂലുള്ളാഹിന്റെ ഖബറിൽ നിങ്ങൾ സന്ദർശനം നടത്തുമ്പോൾ അവിടെ സലാം പറയണം. അങ്ങനെ ഒരു സലാം കൊടുത്തയക്കുന്ന രീതി അഹ്ലുസുന്നയിൽ കാണാൻ കഴിയില്ല. അതിന്റെ ആവശ്യമില്ല. നമുക്ക് മദീനയിലെത്തിയാൽ റസൂലുള്ളാഹിയെ മറവ് ചെയ്ത ആ ഖബർ സന്ദർശിക്കാം. ആ സന്ദർശിക്കുന്ന സമയത്ത് അസ്സലാമു അലൈക അയ്യുഹൻ നബിയു എന്ന് പ്രാർത്ഥിക്കാം. റസൂലുള്ളാഹിക്ക് വേണ്ടി അള്ളാഹിനോട് പ്രാർത്ഥിക്കാം. അല്ലാതെ സലാം കൊടുത്തുവിടുന്ന രീതി അതില്ല. മാത്രവുമല്ല, മുൻഗാമികളായ നമ്മുടെ സ്വഹാബത്തും താബികളും ഈ രംഗത്ത് അവർ സ്വീകരിച്ച നിലപാടെന്തായിരുന്നു? ശൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹിമഹുല്ലാ പഠിപ്പിക്കുന്നത് കാണാം. വകാന സ്വഹാബത്തു വത്താബിഊന യഅ്തൂന ഇലാ മസ്ജിദിൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, സ്വഹാബികളും താബികളും റസൂലുള്ളാഹിന്റെ വഫാത്തിന് ശേഷം മദീനത്തെ മസ്ജിദിലെത്തും. ഫയുസല്ലൂന, അവരവിടെ വെച്ച് നമസ്കരിക്കും. ഫൈദാ ഖലൗ അസ്സലാത്ത, നമസ്കാരം കഴിഞ്ഞാൽ ഖഅദു ഔ ഖറജു, ഒന്നുകിൽ അടുത്ത നമസ്കാരം പ്രതീക്ഷിച്ച് ഖുർആൻ പാരായണത്തിലും ദിക്റുകളിലുമായി അവർ കഴിഞ്ഞുകൂടും, അല്ലെങ്കിൽ അവർ ആവശ്യങ്ങൾക്ക് വേണ്ടി പുറത്തു പോകും. വലം യകൂനു യഅ്തൂനൽ ഖബറ ലിസ്സലാം, അവരാരും റസൂലുള്ളാഹിയെ മറവ് ചെയ്ത ഖബർ അവിടെ തൊട്ടടുത്തുണ്ടായിട്ടും റസൂലുള്ളാഹിയോട് വഫാത്തിനു ശേഷം സലാം ചെല്ലാൻ വേണ്ടി ഖബറിന്റെ അടുത്തേക്ക് ചെന്നിട്ടില്ല. എന്താ കാരണം? ലിഇൽമിഹിം, അവര് മനസ്സിലാക്കിയിട്ടുണ്ട്, അന്ന സ്വലാത്ത വസ്സലാമ അലൈഹി ഫി സ്വലാത്തി അക്മലു വഅഫ്ളൽ, നമസ്കാരത്തിൽ നാം നിർവഹിക്കുന്ന റസൂലുള്ളാഹിന്റെ മേൽ സ്വലാത്തും സലാമും ഓരോ നമസ്കാരത്തിലും ഫർളും സുന്നത്തുമായ എല്ലാ നമസ്കാരങ്ങളും നമ്മൾ നിർവഹിക്കുന്നുണ്ട്. ആ നമസ്കാരത്തിൽ നിർവഹിക്കുന്ന സ്വലാത്തും സലാമുമാണ് സമ്പൂർണമായത്, അതാണ് അഫ്ളൽ എന്നവരെ മനസ്സിലാക്കിയത് കൊണ്ട് സ്വഹാബിമാരാരും റസൂലുള്ളാഹിയുടെ മരണശേഷം റസൂലുള്ളാഹിയുടെ ഖബറിന്റെ അടുത്ത് തിക്കും തിരക്കും കൂട്ടിയത് കാണാൻ കഴിയില്ല. ഇതാണ് അഹ്ലുസുന്നയുടെ മാർഗം. സഹോദരന്മാരെ, ഇന്ന് ഈ രംഗത്തൊക്കെ അന്ധവിശ്വാസങ്ങൾ നിലനിൽക്കുന്നത് കൊണ്ടാണ് ഇത് സൂചിപ്പിക്കുന്നത്. അതുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തന്റെ വഫാത്തിന് മുമ്പ് പറഞ്ഞ, അതുപോലെ ജീവിതത്തിൽ പലപ്പോഴും പറഞ്ഞ ഇതുപോലുള്ള വിലപ്പെട്ട ഉപദേശങ്ങൾ നമ്മൾ ഓരോരുത്തരും ശ്രദ്ധിക്കണം. ഒരു ഉപദേശം ഹദീസുകളിൽ കാണും. നമ്മുടെ സാമൂഹ്യ രംഗത്ത് പുരുഷന്മാരും സ്ത്രീകളും പ്രായപൂർത്തിയായ ആണും പെണ്ണുമൊക്കെ ശ്രദ്ധിക്കാൻ വിലപ്പെട്ട ഒരു ഉപദേശം മഅഖൽ ഇബ്നു യസാർ റളിയല്ലാഹു അൻഹു പറയാണ്, റസൂലുള്ളാഹി പറഞ്ഞു, ലഅൻ യുത്അന ഫീ റഅസി റജുലിൻ ബിമിഖ്യത്തിൻ മിൻ ഹദീദിൻ ഖൈറുൻ മിൻ അൻ യമസ്സ ഇംറഅതൻ ഫലാ തഹില്ലു ലഹു, ഒരു അന്യ പുരുഷൻ ഒരു അന്യ സ്ത്രീയെ സ്പർശിക്കുക എന്നത് അതിനേക്കാളും ഉത്തമം ആ പുരുഷൻ തന്റെ തലയിൽ ഒരു ഇരുമ്പ് ദണ്ട് കുത്തിക്കയറ്റലാണ് എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത്. അന്യ സ്ത്രീ പുരുഷന്മാർ കൂടുതൽ മിങ്കിൾ ചെയ്ത് കൂടുതൽ ഇടപഴകാനുള്ള സാഹചര്യങ്ങൾ വർദ്ധിച്ച ഒരു ലോകത്താണ് ഇന്ന് നമ്മളൊക്കെ ജീവിക്കുന്നത്. കലാലയങ്ങൾ മാത്രമല്ല, ആശുപത്രികളിലായാലും ഓഫീസുകളിലായാലും ജോലി സ്ഥലങ്ങളിലൊക്കെ അന്യരായ സ്ത്രീ പുരുഷന്മാർ പരസ്പരം കാണുന്നു, പരസ്പരം ജോലി ചെയ്യുന്നു. അവിടങ്ങളിലൊക്കെ ഒരു വിശ്വാസി ശ്രദ്ധിക്കേണ്ടത്, തന്റെ കൈ ഒരു അന്യ സ്ത്രീയുടെ ശരീരത്തിൽ സ്പർശിക്കുക എന്നത് അതുതന്നെ തന്റെ തലയിൽ ഒരു ഇരുമ്പ് തണ്ട് കുത്തിക്കയറ്റലാണ് അതിനേക്കാളും നല്ലത് എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത്. മുതിർന്ന വിദ്യാർത്ഥിനികളൊക്കെ ശ്രദ്ധിക്കണം. അന്യ കൂടെ പഠിക്കുന്ന സഹപാഠികളെ കൂടെ ബൈക്കിൽ യാത്ര ചെയ്യുന്നത് ഇന്ന് നമ്മുടെ നാടുകളിൽ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു ദുരന്തമാണ്.
സഹപാഠിയുടെ കൂടെ ബൈക്കിൽ യാത്ര ചെയ്യുന്നു, സഹപാഠിയോടൊപ്പം അങ്ങോട്ടും ഇങ്ങോട്ടും സ്പർശിച്ച് സംസാരിക്കുന്നു, ലജ്ജയില്ലാതെ. അവർക്കാണ് ഈ താക്കീത് എന്നോർക്കണം. സ്വന്തം തലയിൽ ഇരുമ്പ് ദണ്ട് കുത്തിക്കയറ്റുന്നത് നമുക്ക് സഹിക്കാൻ കഴിയുമോ എന്നാണ് നമ്മൾ ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്. റസൂലുള്ളയെ നമ്മളൊരു ഉത്തമനായ കൂട്ടുകാരനാക്കുക. ആ ഉത്തമനായ കൂട്ടുകാരന്റെ ഉപദേശമായി ഇതൊക്കെ കാണുക. ജീവിതത്തിൽ നമുക്ക് തഖ്വയുണ്ടാകാനാണ്, നമ്മുടെ പരലോക വിജയത്തിനാണ് ഇത് എന്നോർക്കുക. അഖൂലു മാ തസ്മഊൻ വഅസ്തഗ്ഫിറുല്ലാഹ ലീ വലക്കും ഫസ്തഗ്ഫിറൂഹു ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. അൽഹംദുലില്ലാഹി ഹംദൻ കസീറൻ ത്വയ്യിബൻ മുബാറകൻ ഫീഹി വസ്സലാത്തു വസ്സലാമു അലാ മൻ ലാ നബിയ്യ ബഅദ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ വബഅദ്. കുടുംബകാര്യത്തിലെ ശ്രദ്ധ, കുടുംബത്തിനു വേണ്ടി ചെലവ് ചെയ്യുന്നതിന്റെ മഹത്വം, ഇതൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉപദേശങ്ങളിൽ നമുക്ക് കാണാം. ഒരു ഉപദേശം, അൻഫിഖ് മിൻ തൗലിക അലാ അഹ്ലിക്. റസൂലുള്ള പറഞ്ഞു, നിന്റെ കുടുംബത്തിന് നിന്നാൽ കഴിയുന്നത് നിന്റെ സമ്പത്തിൽ നിന്ന് നീ ചെലവഴിക്കണം. വലാ തർഫഅ അസ്വാക അൻ അഹ്ലിക്. നിന്റെ കുടുംബത്തെ നല്ല നല്ല മര്യാദകൾ പഠിപ്പിക്കണം. കുടുംബത്തെ തൊട്ട് വടി ഉയർത്തരുത് എന്നാണ് ഹദീസിന്റെ പ്രയോഗം. വടി ഉപയോഗിച്ചുള്ള മര്യാദ പഠിപ്പിക്കലാണെങ്കിൽ അതും കുടുംബനാഥന്, രക്ഷിതാവിന് ആവാം എന്നർത്ഥം. വഅഖിഫുഹും ഫില്ലാ. നിന്റെ കുടുംബത്തിൽ അള്ളാഹുവിനെ കുറിച്ചുള്ള ഭയം നീ ഉണ്ടാക്കണം. ഇതും റസൂലുള്ള നൽകിയ വസൂയത്താണ്. പലപ്പോഴും നമ്മൾ പല കാര്യങ്ങൾക്കും ചെലവ് ചെയ്യുമ്പോൾ അതൊക്കെ ഒരു നിയ്യത്തോടെ ചെയ്യും. ഒരു ധർമ്മം, ഒരു സ്വതക്ക, ഒരു സക്കാത്ത് ചെയ്യുമ്പോൾ കുടുംബത്തിന് വേണ്ടി ചെലവഴിക്കുമ്പോഴും ആ നിയ്യത്തുണ്ടാവണമെന്നതാണ്. ഒരു ഹദീസിൽ കാണും, ദീനാറുൻ അൻഫഖ്തഹു ഫീ സബീലില്ലാ. നീ അള്ളാന്റെ മാർഗത്തിൽ ചെലവഴിക്കുന്ന ഒരു ദീനാർ, ഒരു നാണയം. ഒ ദീനാറുൻ അൻഫഖ്തഹു ഫീ റഖബ. അടിമ മോചനത്തിനായി നീ ചെലവഴിക്കുന്ന ഒരു നാണയം. ഒ ദീനാറുൻ തസദ്ദഖ്ത അലാ മിസ്കിൻ. ഒരു സാധുവിന് നീ കൊടുക്കുന്ന ഒരു ദീനാർ. ഒ ദീനാറുൻ അൻഫഖ്തഹു അലാ അഹ്ലിക്. നിന്റെ കുടുംബത്തിന് വേണ്ടി നീ ചെലവ് ചെയ്യുന്ന ദീനാർ. 4 തരം നാണയം, നമ്മൾ ചെലവഴിക്കുന്ന 4 തരം നാണയത്തെക്കുറിച്ചാണ് പറഞ്ഞത്. എന്നിട്ട് അവസാനം പറഞ്ഞു, അഅ്ളമുഹ അജ്റ. ഈ ചെലവഴിക്കുന്ന ഈ ദീനാറുകളിൽ ഏറ്റവും മഹത്വമുള്ളത്, പ്രതിഫലം കൊണ്ട് മഹത്വമുള്ളത്, അല്ലദീ അൻഫഖ്തഹു അലാ അഹ്ലിക്. നിന്റെ കുടുംബത്തിന് വേണ്ടി ചെലവ് ചെയ്യുന്നതിലാണ് എന്നാണ്. കുടുംബത്തിന് വേണ്ടി നമ്മൾ അധ്വാനിച്ചുണ്ടാക്കുന്നത് ചെലവ് ചെയ്യുമ്പോൾ അതിന് വലിയ പ്രതിഫലം, അതിന് മഹത്വമുണ്ട്. ആ നിലക്ക് തന്നെ കുടുംബത്തിന് വേണ്ടി ചെലവ് ചെയ്യണം. കുടുംബത്തിന് ആവശ്യമുള്ളത് നൽകണം. അതിലൊന്നും പിശുക്ക് കാണിക്കേണ്ടതില്ല. അതൊക്കെ വലിയ പ്രതിഫലം കിട്ടുന്ന സ്വതക്കയാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. അതിൽ പ്രധാനപ്പെട്ട ഒന്നാണ് വഅഖിഫുഹും ഫില്ലാ. കുടുംബത്തിൽ നമ്മുടെ ഭാര്യമാർക്കും മക്കൾക്കും അള്ളാഹുവിനെ കുറിച്ചുള്ളൊരു ഭയം നീ ഉണ്ടാക്കിയെടുക്കണം എന്ന് രക്ഷിതാക്കളോട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഉപദേശിച്ചു. ആ ഉപദേശം നമ്മളും സ്വീകരിക്കുക. നമ്മുടെ കുടുംബത്തിൽ ദീനീ ബോധമുണ്ടോ, അള്ളാഹ് എന്ന ബോധമുണ്ടോ? ആരെങ്കിലും മരണപ്പെട്ടാൽ മാത്രം, അല്ലെങ്കിൽ ഒരു രോഗം നിർണയിച്ചാൽ മാത്രമല്ല ഇതൊന്നും ഉണ്ടാകേണ്ടത്. ജീവിതത്തിന്റെ രഹസ്യ പരസ്യ മേഖലകളിലൊക്കെ ഇത് നിലനിർത്താൻ സാധിക്കണം. ഈ വിലപ്പെട്ട ഉപദേശങ്ങൾ നമുക്ക് കൂടിയാണ് എന്നോർക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ തൃപ്തിപ്പെടുന്ന വിശ്വാസികളിൽ നമ്മെ ഓരോരുത്തരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മുടെ കൂട്ടത്തിൽ വേദനിച്ച് കഴിയുന്ന എത്രയോ രോഗികളുണ്ട്. അവർക്കൊക്കെയും ശിഫയും ആഫിയത്തും റബ്ബ് കനിഞ്ഞു നൽകുമാറാവട്ടെ. നമ്മുടെ കൂട്ടത്തിൽ നിന്ന് പലരും മരണപ്പെട്ടു പോയി. അവർക്കൊക്കെയും അള്ളാഹു മഗ്ഫിറത്തും മർഹമത്തും അവരുടെ ഖബർ ജീവിതത്തിൽ കനിഞ്ഞ് സഹായിക്കുമാറാവട്ടെ. അല്ലാഹു മഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽഅഹ്യാഇ മിൻഹും വൽ അംവാത്ത്. അല്ലാഹുമ്മ അജിർനാ മിനൻ നാർ. അല്ലാഹുമ്മ അഅ്തിഖ്നാ മിനൻ നാർ. അല്ലാഹുമ്മ ഷ്ഫി മർളാനാ വർഹം മൗതാനാ യാ അർഹമർ റഹീമീൻ. اللهم لا تدع لنا ذنبا إلا غفرته ولا دينا إلا قضيته ولا مريضا إلا شفيته ولا ميتا إلا رحمته ولا بلاء إلا رفعته يا أرحم الراحمين. ربنا تقبل منا وتب علينا إنك أنت التواب الرحيم. اللهم توفنا مسلمين وألحقنا بالصالحين. اللهم صل على محمد وعلى آل محمد والحمد لله رب العالمين.